ഈ കഴിഞ്ഞതിന്റെ മുമ്പലത്തെ ഞായറാഴ്ച, it is the Sunday before the previous Sunday. അന്ന് ആ ആരാധനയ്ക്ക് ഉണ്ടായിരുന്നവർ ഒന്ന് കരം ഉയർത്താമോ? Can anybody who was there during that worship lift your hand? ഞാൻ ഇവിടെ ശുശ്രൂഷിക്കാൻ കയറിയ സമയത്ത് While I entered here to minister, ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. one thing I had said. ഞാൻ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചൊരു കാഴ്ചയാണത്. It was a vision that the Holy Spirit showed me while worshiping there. ഒരു മനുഷ്യന്റെ വലത് കാലിന്മേൽ മുട്ടുമുതൽ താഴേക്കൊരു തീ പിടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. It was a vision of a man who was a fire was lit from his knees to ankle. എനിക്കറിയാം അത് ആരുടെ മേലോ സംഭവിക്കുന്ന ഒരു ഹീലിംഗ് ആണെന്ന്. I understood that was a healing happening over one person. ഞാൻ ആ കണ്ട കാഴ്ച ഞാൻ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കാൻ കയറിയ സമയം ദൈവാത്മാവിൽ അത് പറഞ്ഞു. And the vision that I saw in the Holy Spirit, I proclaimed it in the pulpit here. അങ്ങനെ ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. അതൊരു സൗഖ്യം സംഭവിക്കാൻ പോവുകയാണ്. That the Holy Spirit is showing me such a vision and a healing is going to happen. അപ്പോൾ ആദ്യം ഈ സഹോദരിയാണ് ഫ്രണ്ടിലേക്ക് വന്നത്. It was this sister who came forward first. ഇവരുടെ പിതാവിന് വേണ്ടി, പിതാവിന്റെ വലത് കാല് ആ സമയത്ത് അങ്ങനെ വലിയ പ്രതിസന്ധിയിലായിരുന്നു. അത് ഇവിടെ അല്ല, കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലായിരുന്നു. Her father had a big problem over his right leg and he is in Pathanamthitta, Kerala. അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു, എൻ്റെ അപ്പന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എൻ്റെ അപ്പനാണ് അങ്ങനെ വലത് കാല് പ്രശ്നമെന്ന് പറഞ്ഞു. And she had came forward and said that it is my father who has a problem on his right leg. അദ്ദേഹം ആ സമയത്ത് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ കാലിന് പ്രയാസമായിട്ടായിരുന്നു. It was a situation where he cannot rise up and walk. ആ സമയത്ത് നമ്മളത് പ്രാർത്ഥിച്ചു. And during that time we prayed together. ഇവിടെ ദുബായിൽ പ്രാർത്ഥന നടക്കുമ്പോൾ കേരളത്തിൽ പത്തനംതിട്ടയിൽ ആ വീട്ടിനകത്തിരുന്ന ആ പിതാവിന്റെ കാലിന്റെ മേൽ തീ ഇറങ്ങി. And while we were worshipping here in Dubai, in Kerala, in Pathanamthitta, that healing happened over her father. കുറെ പേർക്ക് കൈ കൊടുത്ത് പറ, ഈ തീക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്, ഇത് എവിടെയും കയറി കത്തും. Give hands to 2-3 people and say this fire has an importance and a peculiarity. It can be lit anywhere. ആ തീ ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. That fire is descended here. വീണ്ടും പറ, ആര് എത്ര വെള്ളം കോരി ഒഴിച്ചാലും ഈ തീ കത്തണമെന്ന് വിചാരിച്ചാൽ അവിടെയും ഈ തീ കയറി കത്തും. And you can say that however much people might try to throw water over that fire, this fire will keep on lighting. ഇന്ന് രാവിലെ ഇവൻ അറിയിച്ചത്, and what she had told me today, അടുത്ത ദിവസം തിങ്കളാഴ്ച ദിവസം അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ നടന്ന് അടുത്തുള്ള കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു. She testified that the next day itself her father went to the shop nearby and brought groceries. അത്ഭുത സൗഖ്യത്തെ കർത്താവ് കൊടുത്തിരിക്കുന്നു. The Lord has given a miracle healing. The name of the Lord be glorified. My father had a stroke 3 to 4 years back. അന്നേരം ഇതുപോലെ പാസ്റ്ററിനോട് ഇതുപോലെ ഞാൻ വന്ന് പറഞ്ഞായിരുന്നു, ഇതുപോലെ അച്ഛന് വയ്യ, സ്ട്രോക്കാ. പക്ഷെ അത് എന്താണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. During that time I came and told pastor that my father is going through a situation. I did not know what it was. ഏത് സൈഡിലാണെന്ന് അറിയത്തില്ലായിരുന്നു. I did not know on which side he faced the problem. അപ്പോൾ വീട്ടിൽ നിന്ന് എന്നോട് ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ അച്ഛന് സ്ട്രോക്കാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കുവാണെന്ന് പറഞ്ഞു. And my family told that your father has suffered a stroke and he's being admitted to the hospital. അങ്ങനെ ഞാൻ ഇതുപോലെ പ്രേയറിന് വന്നപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച്. And when I came for prayer I told pastor and we prayed. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, വലതുഭാഗത്തൂടെ ദൈവകരം ഇറങ്ങുന്നുണ്ട്. And the pastor said that on the right hand leg of his body the hand of God is moving. അവിടെ സൗഖ്യമാവുന്നുണ്ടെന്ന്. And the healing is happening. അന്നേരം അത് പക്ഷെ അത് ഡോക്ടർ 6 മാസത്തിനകത്ത് അച്ഛൻ ഫുള്ള് സ്ട്രോക്കായി ഫുള്ള് തളർന്നു പോകുമെന്ന് പറഞ്ഞതാ. The doctor had said that in 6 months his body will be fully paralyzed. അവിടെ അച്ഛന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇപ്പം 3-4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അച്ഛൻ അവിടെ ഒരു ഇതായി ഇങ്ങനെ കാലിനൊരു പെരുപ്പ്, ഒരു വേദനയൊക്കെ വന്നു. That time the operation did not happen and after now the stroke had happened and his leg was numb. ഞാനത് പാസ്റ്ററിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയണം എന്ന് വിചാരിച്ചിരുന്നതാ. I had told pastor, I did not tell pastor earlier, but I thought that after the meeting I'll tell pastor. അവിടെ ദൈവം അച്ഛനെ അപ്പോൾ ഹീലാക്കി തൊട്ട്. And the Lord touched my father. ദൈവനാമത്തെ മഹത്വം.
പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കുക. Everybody remember us in prayers. കുറെ വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതായിരുന്നു. അന്നേരം പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയത്. അതിനുശേഷം ഇപ്പൊ ഇങ്ങനെ വന്നേ. കര ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താൽ. Lift your hands and praise the Lord. സൗഖ്യമാക്കിയ ദൈവത്തിന്റെ കരങ്ങളെ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. Lift your hands and give thanks to the Lord who gave the പിതാവേ, ഈ healing. കുടുംബത്തിന്റെ മേൽ ആ പിതാവിന്റെ മേൽ യേശു ചെയ്ത അത്ഭുത സൗഖ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു. Father God, we praise and thank you for the miracle healing that you gave our Father. ഒരു വലതുകാല് തീ കത്തുന്ന കാഴ്ച പരിശുദ്ധാത്മാവ് കാണിച്ചു. ആ പിതാവിന്റെ മേൽ വലതുകാലിന്റെ മേൽ തീ കത്തി ദൈവം ഹീലാക്കിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന പിതാവേ. We thank you, Father, that you showed the vision that a person's right leg was lit on fire and he got the miracle healing on his right leg. Come on.